നിലപാടാണ്. ഈ ഖനനത്തെ ഒരു കാരണവശാലും CPM-ഉം ഗവൺമെന്റും അംഗീകരിക്കുന്നില്ല. അതെന്താ? നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട് CPM-ന്റെ നിലപാട് എന്താണ്, ഗവൺമെന്റ് നിലപാട് എന്താണ്. മന്ത്രി കടല് കണ്ടിട്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രി കടല് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കടല് കാണാൻ വേണ്ടി ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയല്ലല്ലോ, ഞങ്ങളൊക്കെ കടലിൽ ചെറുപ്പം മുതലേ കാണുന്ന ആളുകളാണല്ലോ. ഈ പറയുന്ന ആളുകളെല്ലാം കടലിൽ കിടന്ന് കയറിയതാണ്. മത്സ്യത്തൊഴിലാളിയുടെ CITU സമരം തുടങ്ങി, അവരല്ലേ കേരളത്തിൽ ആദ്യം സമരം തുടങ്ങി. ഈ മനോഹരൻ ചിത്രരഞ്ജനും കൂട്ടായ്മ കൂടെ സമരം തുടങ്ങി, വേശിലാലും ഒക്കെ അല്ലേ സമരം തുടങ്ങി. ആ സമരത്തോടൊപ്പം എല്ലാ സംഘടനകളെയും യോജിപ്പിച്ചു, എല്ലാ സംഘടനയും ഒരുമിച്ച് സമരം തുടങ്ങി. എന്താണ് UDF എടുത്ത നിലപാട്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും പ്രതിപക്ഷത്തോട് സംസാരിച്ചു. ഈ ഖനനം കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ, കേരള സംസ്ഥാനത്തിന്റെ സമുദ്ര മേഖലയെ മാത്രമല്ല കേരളത്തെ മൊത്തത്തിൽ തകർക്കും. യോജിച്ച സമരം വേണം. പറഞ്ഞില്ലെന്ന് പറയട്ടെ, ഞങ്ങൾ ആലോചിക്കാം. കേരള നിയമസഭയിൽ യോജിച്ച പ്രമേയം വേണം. ഞങ്ങൾ ഗവൺമെന്റിന് വേണ്ടി പ്രമേയം മുന്നോട്ട് വെക്കാം. ഞങ്ങൾ ആലോചിക്കട്ടെ. 3 ദിവസം മുമ്പ് UDF കൂടി തീരുമാനിച്ചെന്താണെന്നറിയാമോ? ഇടതുപക്ഷവുമായി യോജിച്ച് ഒരു സമരവും വേണ്ട, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്താനുള്ള കഴിവുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് സമരം പ്രഖ്യാപിച്ചു. ഒറ്റയ്ക്ക് സമരം പ്രഖ്യാപിച്ച് കേരളത്തിന് തീരം കൂടി ജാഥ നടത്തുന്നത് ആരും നോക്കാൻ. ഇവിടെ ഇപ്പൊ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആണോ പ്രശ്നം? ഈ ഖനനം കേരളത്തിലെ മത്സ്യമേഖലയെ തകർക്കുമെന്ന് ഇടതുപക്ഷം, ഗവൺമെന്റും CPM-ഉം ശക്തമായി പറയുമ്പോ അതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ യോജിച്ചൊരു പ്ലാറ്റ്ഫോമിൽ സമരം ചെയ്യാം. ഒന്നിച്ച് നിയമസഭ പ്രമേയം അവതരിപ്പിക്കാം, ഒന്നിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യാം. എന്നാൽ ഇടയ്ക്കിട്ട് കാലുവാരി ഒരു അവസരവാദപരമായ സമീപനം സ്വീകരിച്ച് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഖനനത്തിന്റെ ഭാഗമായി തീരദേശത്ത് 2 സീറ്റ് കിട്ടുമോ 10 വാർഡ് കിട്ടുമോ എന്ന് നോക്കിയിട്ടുള്ള സങ്കുചിത രാഷ്ട്രീയമാണ് ഇവിടുത്തെ UDF ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ആത്മാർത്ഥത കൂറല്ല, ഈ പ്രശ്നത്തിലുള്ള ഇരട്ടത്താപ്പ് നിലപാടാണ് എന്ന കാര്യം തന്നെ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുക.